നീല മലനിരകളും മഞ്ഞുമൂടിയ കൊടുമുടികളും നിറഞ്ഞ അരുണാചൽ പ്രദേശ് എന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ന് കേവലം പ്രകൃതി ഭംഗിയാൽ മാത്രമല്ല വാർത്തകളിൽ നിറയുന്നത്. ദശകങ്ങളായി നീണ്ടു നിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾക്കപ്പുറം ചൈനയുടെ ആഗോള അധിനിവേശ മോഹങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമാണ് ഈ പ്രദേശം. എന്തുകൊണ്ടാണ് ഈ പ്രദേശം ഇങ്ങനെ ഇപ്പോൾ മാറിയിരിക്കുന്നത്? കിഴക്കൻ ലഡാക്കിലെ അതിർത്തി സംഘർഷങ്ങളിൽ നിന്ന് ഇരു രാജ്യങ്ങളും താൽക്കാലികമായി പിന്മാറിയെങ്കിലും അരുണാചൽ പ്രദേശിനെ ചൊല്ലിയുള്ള ചൈനയുടെ അവകാശവാദങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. പെൻറ്റഗണിൽ നിന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചൈന തങ്ങളുടെ കോർ ഇൻട്രസ്റ്റ് അഥവാ പരമപ്രധാനമായ താൽപ്പര്യങ്ങളുടെ പട്ടികയിൽ അരുണാചലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രത്തെ സ്വന്തമാക്കാൻ ചൈന എത്രത്തോളം വാശി കാണിക്കുന്നുവോ അതേ പ്രാധാന്യം ഇപ്പോൾ അരുണാചലിനും ബീജിംഗ് നൽകുന്നുവെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കുന്നത്. ചൈനയുടെ ഈ നീക്കം പെട്ടെന്നുണ്ടായതല്ല. 2049 ചൈന ലോകത്തെ ഏറ്റവും കരുത്തുള്ള ശക്തിയാക്കി മാറ്റുക എന്ന മഹാപുനരുദ്ധാരണം, അതായത് ഗ്രേറ്റ് റെജുവിനേഷൻ എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമാണിത്. ലോകോത്തരമായ ഒരു സൈന്യത്തെ വാർത്തെടുക്കാനും യുദ്ധങ്ങൾ ജയിക്കാനും ലക്ഷ്യമിടുന്ന ചൈന തങ്ങളുടെ ഭൂപടം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ തന്ത്രത്തിൽ അരുണാചൽ പ്രദേശിനെ അവർ ദക്ഷിണ ടിബറ്റ് അഥവാ സാങ്നാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1914 ബ്രിട്ടീഷ് ഇന്ത്യയും സ്വതന്ത്ര ടിബറ്റും തമ്മിലുണ്ടാക്കിയ മക്മോഹൻ രേഖയെ അംഗീകരിക്കാൻ ചൈന ഇന്നും തയ്യാറല്ല. ചരിത്രപരമായ രേഖകളേക്കാൾ തങ്ങളുടെ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നത്. തവാങ് പോലെയുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ മുഴുവൻ തങ്ങളുടേതാക്കി മാറ്റാനുള്ള ശ്രമമായി മാറിയിരിക്കുന്നു. അടുത്തിടെ നടന്ന ചില സംഭവങ്ങൾ ചൈനയുടെ ഈ നിഗൂഢമായ നീക്കങ്ങൾ വെറും അതിർത്തി തർക്കമല്ലെന്നും മറിച്ച് സാധാരണ പൗരന്മാരുടെ മൗലികാവകാശങ്ങളെ വരെ ബാധിക്കുന്ന ഒന്നാണെന്നും തെളിയിക്കുന്നു. ലണ്ടനിൽ നിന്ന് ജപ്പാനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പ്രേമ തോങ്ഡോക്ക് എന്ന അരുണാചൽ സ്വദേശിനിക്ക് ഷാങ്ഹായ് വിമാനത്താവളത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവം ഇതിന് ഉദാഹരണമാണ്. അവരുടെ പാസ്പോർട്ടിൽ ജന്മസ്ഥലം അരുണാചൽ പ്രദേശ് എന്ന് രേഖപ്പെടുത്തിയതിനാൽ പാസ്പോർട്ട് അസാധുവാണെന്ന് ചൈനീസ് അധികൃതർ വാദിച്ചു. 18 മണിക്കൂറോളം ഭക്ഷണവും വെള്ളവും നൽകാതെ അവരെ തടഞ്ഞുവെച്ചു. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ പൗരന്റെ തിരിച്ചറിയൽ രേഖയെ അപമാനിക്കുന്നതിലൂടെ ഇന്ത്യയുടെ പരമാധികാരത്തെയാണ് ചൈന ചോദ്യം ചെയ്യുന്നത്. സമാനമായി അരുണാചൽ ഇന്ത്യയുടെ ഭാഗമാണെന്ന് വീഡിയോ പങ്കുവച്ച ഒരു യൂട്യൂബറെ ചൈന തടഞ്ഞു വെച്ചതും തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന സന്ദേശമാണ് ബീജിംഗ് നൽകുന്നത്. തന്ത്രപരമായി നോക്കിയാൽ അരുണാചലിലെ തവാങ് മേഖല ചൈനയ്ക്ക് അതീവ പ്രാധാന്യമുള്ളതാണ്. ടിബറ്റൻ ബുദ്ധമത വിശ്വാസപ്രകാരം 6ാമത്തെ ദലൈലാമ ജനിച്ചത് തവാങ്ങിലാണ്. അതിനാൽ തന്നെ ടിബറ്റിന് മേലുള്ള തങ്ങളുടെ ആധിപത്യം പൂർണ്ണമാകണമെങ്കിൽ തവാങ് കൈവശപ്പെടുത്തണമെന്ന് ചൈനയുടെ ഒരു പഴയ കണക്കുകൂട്ടലാണ്. എന്നാൽ ഇന്ന് ആ ലക്ഷ്യം മാറിമറിഞ്ഞിരിക്കുന്നു. അരുണാചലിലെ വിവിധ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകിക്കൊണ്ട് പുതിയ ഭൂപടങ്ങൾ പുറത്തിറക്കുന്നത് ഇന്ത്യയുടെ മേൽ മാനസികമായ സമ്മർദ്ദം ചെലുത്താനാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ പ്രദേശം ഒരു തർക്കഭൂമിയാണെന്ന ധാരണ പരത്താൻ ചൈന ശ്രമിക്കുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാക്കി ബന്ധിപ്പിക്കുന്ന ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിക്ക് തൊട്ടടുത്താണ് ഈ പ്രദേശമെന്നതും ഇതിൻ്റെ സൈനിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക പോലെയുള്ള ആഗോള ശക്തികൾ ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. മുൻപ് ലഡാക്കിലെ സംഭവ വികാസങ്ങളിൽ മാത്രം പ്രതികരിച്ചിരുന്ന അമേരിക്ക ഇപ്പോൾ അരുണാചലിനെക്കുറിച്ച് വാഷിംഗ്ടൺ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ചൈനയുടെ തന്ത്രങ്ങൾ അവർ കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ചൈനീസ് സമ്മർദ്ദ തന്ത്രങ്ങളെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള അറിവ് വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ഗുണകരമാണ്. എന്നിരുന്നാലും തങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഇന്ത്യ തന്നെ നേരിടേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ഇന്ത്യ ശ്രമിക്കുമ്പോഴും അതിർത്തിയിൽ അടിസ്ഥാന സൗകര്യ വികസനവും സൈനിക വിന്യാസവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ദക്ഷിണ ചൈന കടലിലും തായ്വാനിലും അവർ നടത്തുന്ന ഇതേ രീതിയിലുള്ള കടന്നുകയറ്റ ശ്രമങ്ങളാണ് ഹിമാലയൻ അതിർത്തിയിലും കാണുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കം ആധുനിക ലോകത്തിന് ഭൂഷണമല്ല. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന കാര്യത്തിൽ ഇന്ത്യക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള ചൈനയുടെ ഈ വ്യഗ്രത ഒരു വലിയ യുദ്ധത്തിലേക്കോ നീണ്ടുനിൽക്കുന്ന അസ്ഥിരതയിലേക്കോ വഴിമാറാൻ സാധ്യതയുണ്ട്. നിശബ്ദമായ എന്നാൽ മാരകമായ ഈ നീക്കങ്ങളെ ഇന്ത്യയും ലോകരാജ്യങ്ങളും അതീവ ജാഗ്രതയോടെ തന്നെ നേരിടേണ്ടതുണ്ട്. അരുണാചൽ പ്രദേശ് എന്നത് കേവലം ഒരു തർക്കഭൂമിയല്ല, അത് ഇന്ത്യയുടെ അഭിമാനത്തിൻ്റെയും അഖണ്ഡതയുടെയും പ്രതീകമാണ്. ചൈന ഉയർത്തുന്ന ഈ ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ നയതന്ത്രപരവും സൈനികോപരവുമായ നീക്കങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും കാലം തെളിയിക്കും. രാജ്യത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.